ഇങ്ങനെ വന്ന് കോളറി പിടിച്ച് നിന്നെ ജീവനോടെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയണം. അത്രയേ ഉള്ളൂ. മനസ്സിലായി കാണുമോ? ഒരു സീന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. മറ്റന്നാളാ ഷൂട്ട്. തെറ്റാണ്. അല്ല, ശരിക്കും ഷൂട്ടിന് വേണ്ടിട്ടാ. അതല്ല, ഒന്നെങ്കിൽ ജീവനോടെ വിടത്തില്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ കൊല്ലാതെ വിടത്തില്ലെന്ന് പറയണം. ഈ ജീവനോടെ കൊല്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്തുവാ? താങ്ക്സ് ഫോർ യുവർ കറക്ഷൻ. അല്ല, ഈ ഷൂട്ടിംഗ് സെറ്റിൽ പോയി തെറ്റിപ്പോയെങ്കിലോ ആകെ നാണക്കേടായനെ. അല്ല, നിങ്ങൾ ഏത് ഫ്ലാറ്റാ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, ഇതിനു മുന്നേ നിങ്ങളെവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ അപ്പാർട്ട്മെന്റ് അല്ല, അപ്പുറത്തെ അപ്പാർട്ട്മെന്റാ. പിന്നെന്താ ഇവിടെ? ഞങ്ങളുടെ അവിടെ അയല് സ്ഥലമില്ല, അവിടെ മൊത്തം തുണി വിരിച്ചേക്കാം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന. സെക്യൂരിറ്റി ഒന്നും പറഞ്ഞില്ലേ? സെക്യൂരിറ്റി ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ സെക്രട്ടറി നീലമേഘൻ സാറില്ലേ, നീലമേഘൻ സാറിന്റെ മോള് ഞാനും ഒന്നിച്ചാ പഠിക്കണേ. ആരതി, ഞാൻ അങ്ങളോട് ചോദിച്ചിട്ടാ. ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങളോട് സംസാരിക്കും. എനിക്കെന്ത് പ്രശ്നം? നിങ്ങൾ തുണി ഉണക്കാനിട്. ബ്ലഡി മിസ്യൂസ് ഓഫ് പവർ. സ്വാധീനം ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ചെയ്യാവുന്ന അവസ്ഥയായി. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഉണക്ക്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത എന്താ? ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് കേക്കട്ടെ. അതിവിടെ ഒരു അയലിപ്പത്ത് നനഞ്ഞ തുണി വിരിക്കാൻ പോലും ഇവിടെ ഇപ്പൊ ഹോൾഡ് വേണമെന്ന് പറയേണ്ട അവസ്ഥയാ. ഇവിടെ സമാനമായിട്ട് ടെറസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സാർ, ഈ 7G മുകളിലാണോ? മുകളിലോട്ട് പോകാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അതെന്താ സാറേ? ഒന്നുമില്ല, 7G മുകളിലാണെന്ന്. എടോ, ബിരിയാണിയാണോ? ഓ, ചിക്കൻ, ബീഫ്, മട്ടൺ. ഏത് കടയാണ് സർ? ഓർഡർ 350 rupees സർ. ജോസേട്ടാ, ഒരു 350 രൂപ വരുമോ? എന്തിനാ സാർ? ആദ്യം താ, പിന്നെ സംസാരിക്കാം. ചേഞ്ച് ഉണ്ടോ സാറേ? സർ, ശരി സാർ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മൂഡില്ലായിരുന്നു. ഒരു മട്ടൻ ബിരിയാണി എന്റെ മൂഡ് മാറ്റി. ജോസേട്ടാ നിക്ക് സാർ, കഴിയട്ടെ. പിടി. സാറിൻ്റെ ഇരിക്കട്ടെ. സാറിനാ പൈസയ്ക്ക് ആവശ്യം, എനിക്ക് വേണ്ട. സാറിങ്ങനെ തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ സാറേ എനിക്ക് കാശ് തന്നത്? അയ്യോ ജോസേട്ടാ, അങ്ങനെ പറയല്ലേ. ഇത് ജോസേട്ടന്റെ കാശാണ്. എന്റെ പൂർണ്ണ മനസ്സോടുകൂടി ജോസേട്ടന് തന്ന കാശാ. പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്കുവല്ലേ. മട്ടൻ ബിരിയാണിയാ സാർ? നോക്ക്, സാറിന്റെ കയ്യിൽ കാശ് ഇല്ലാതിരുന്നിട്ടും സാറിന് മട്ടൻ ബിരിയാണി തിന്നാൻ തോന്നിയില്ലേ? പക്ഷെ എൻ്റെ ഇത്രയും പൈസ ഇരുന്നിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ഞാനിപ്പോഴും പഴങ്കഞ്ഞാ കുടിച്ചത്. കാശ് എന്തോന്ന് ജോസേട്ടാ, ഇന്ന് വരും നാളെ പോവും. ജോസേട്ടൻ ഇന്ന് കഴിച്ചില്ലെങ്കിൽ എന്താ, നാളെയും കഴിച്ചൂടെ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതെന്താ, സാറ് പോകുന്നിടത്ത് മട്ടൻ ബിരിയാണി കാണൂല? അതെവിടെ? ഇനി ഞാൻ ആ കാശ് ചോദിക്കില്ല കേട്ടോ. അത് ജോസേട്ടന്റെ കാശാണ്. ഇനി ഞാൻ ആ കാശ് ചോദിച്ചാൽ എന്റെ പേര് ജോസേട്ടന്റെ പട്ടി കിട്ടോ? അയ്യോ സാർ, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടാ. അത് നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ബിരിയാണി നടക്കുന്നുണ്ടാവും, ഞാൻ പോയി കഴിക്കട്ടെ. ശരി. ജോസേട്ടാ, ടെറസിൽ കുറച്ച് തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അതും ചേട്ടനുള്ളതാ. ഉണങ്ങി ഉടനെ. അതെന്താ സാറേ? ഞാൻ പോകുന്ന സാറ് പോകുന്നിടത്ത് തുണിയും വേണ്ടെന്നല്ലയോ പറയാൻ വരുന്നേ? അത് ഏത് സ്ഥലം? തുണി വേണ്ട, കാശ് വേണ്ട, ബിരിയാണി വേണ്ട. അവിടെ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും ഒരു ദിവസം. 350 രൂപ എടുത്തപ്പോൾ 3 പീസ് മട്ടൺ. ബ്ലഡി ഇൻഫ്ലേഷൻ.
സമയമേടാ. 5 ഫ്ലോറും കയറി ഒറ്റ ഫോഴ്സിലങ്ങ് ചാടിയിരിക്കണം. റെഡി? റെഡി സാർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. അമ്മ, എന്താടാ നീ കഥയ്ക്കുന്നത്? നിനക്ക് വയ്യേ? ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. എന്നിട്ട് ഉടനെ ഓടിയോണ്ടാണെന്ന് തോന്നുന്നു. പിടുത്തം. ബാത്റൂമിൽ പോയാലേ ശരിയാവും. എടാ കഴിച്ചോ, ആരെങ്കിലും ഓടുവാടാ. എവിടെയെങ്കിലും ഇരി, എന്നിട്ട് കുറച്ച് വെള്ളം കുടി. ആമ്മ ഇരിക്കാണ്. എടാ ഞാൻ വിളിച്ചതേ നമ്മുടെ ഓഡിറ്റർ അങ്കിളില്ലേ, ആ, പുള്ളി ഇന്ന് രാവിലെ പോയി. എവിടെ പോയി? എടാ മരിച്ചുപോയെന്ന്. അയ്യോ. ആടാ, അടുത്ത മാസം പുള്ളിയുടെ മോളുടെ കല്യാണമായിരുന്നേ. നാളെ അവർ ഫാമിലി ആയിട്ട് കല്യാണം വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പുളിഞ്ചിക്കൊക്കെ പറിച്ച് അച്ചാറിട്ട് വെച്ചതാ. എല്ലാം വേസ്റ്റ് ആയി. പുളിഞ്ചിക്ക് അച്ചാറാമ്മ? അത് വേസ്റ്റ് ആവൂല. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ആ ഓഡിറ്റർ അങ്കിളുടെ കാര്യാ പറഞ്ഞത്. മോളുടെ കല്യാണത്തിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു പുള്ളി. ആ പോട്ടെ അമ്മ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവനെ നേരത്തെ വിളിച്ചോണ്ട് പോകണം. പോവാൻ റെഡിയായിരിക്കുന്നവനെ വിടുന്നുമില്ല. എന്നുവെച്ച് ലൈഫ് ഈസ് ഫുൾ. ശരി ശരി ശരി. ലൈഫ് ഈസ് ഫുൾ ഓഫ് പെയിൻ ആൻഡ്. നിന്നെ വിളിച്ചോളാം. ശരിയടാ. എൻ്റെ ഒരു ബിരിയാണി. ദൈവമേ. നീ എന്താ ചാടാൻ പോകണോ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ ചുമ്മാ കാലെടുത്ത് വെക്ക. ഇതെന്താടാ, സ്വിമ്മിംഗ് പൂളാ? നിന്റെ നിൽപ്പത്ര പന്തിയല്ലല്ലോ. ഒന്നുമില്ല ഏട്ടാ, ചേട്ടൻ പൊക്കോ. കള്ളം പറയരുത്. നീ ചാടാനല്ലിടാന്നത്. ചാടിച്ചാവാൻ മാത്രം നിനക്ക് എന്താ പറ്റിയേ? എന്റെ പ്രശ്നം പറഞ്ഞ ചേട്ടന് മനസ്സിലാവില്ല. അതുകൊണ്ട് ചേട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിപ്പോ. എന്താ നിനക്ക് പറ്റിയേ? എന്താണ് നിന്റെ പ്രശ്നം? ടെക്നിക്കലി നീ ഇപ്പോൾ നിന്റെ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയിരിക്കണം. അതിനുവേണ്ടിയായിരുന്നല്ലോ ഈ ബിൽഡപ്പ്. നീ എന്താ മോനെ ഇങ്ങനെ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? എനിക്ക് പറയാൻ താല്പര്യമില്ല ഏട്ടാ. അടിപൊളി. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കേൾക്കാൻ ഇപ്പൊ ക്ഷമയില്ല. ഉച്ചയ്ക്ക് കൊതിമൂത്തിട്ടൊരു മട്ടൻ ബിരിയാണി വാങ്ങി കഴിച്ചു. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോയാലേ ശരിയാവത്തുള്ളൂ. പോണതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, അത് നീ ഒന്ന് കേക്ക്. എന്നാ പറഞ്ഞിട്ട് പോ. നിനക്ക് എത്ര വയസ്സായി? 18. എടാ, ഇപ്പോഴാടാ ജീവിതം തുടങ്ങുന്നത്. വീട് വിട്ട് വെളിയിൽ പോയിട്ട് ലോകം കാണുന്ന പ്രായമാണിത്. ഒറ്റയ്ക്ക് അതിൽ പേടി തോന്നിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ടാവും. പക്ഷെ അതിന്റെ ബ്യൂട്ടി ഒന്ന് വേറെയാടാ. അത് കാണാതെ പൊക്കളയരുത്. അത് ഭയങ്കര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിന്റെ തലവര പോലെ ഇരിക്കും. പക്ഷെ നീ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകും. അതിൽ നല്ലതും കാണും, ചീത്തയും കാണും. അതൊക്കെ വന്ന് നീ അനുഭവിച്ചു നോക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിന്റെ നിൽപ്പ് കണ്ടിട്ട് അത്ര പന്തി ഒന്നില്ലല്ലോ. എനിക്ക് സമാധാനമായിട്ട് അപ്പിടണം. നീങ്ങ വന്നേ. ഓടാ ഇങ്ങോട്ട്. ഇതിലും മുകളിൽ എന്നോട്ട് ചോദിപ്പിക്കരുത് പ്ലീസ്. ഇങ്ങ വന്നേ. ചേട്ടാ, ചേട്ടന്റെ കാര്യം നോക്കിയാ പോരെ. നീ അവിടെ ഇരി. സമയം വളരെ വിലപ്പെട്ടതാണ്. ഞാനിപ്പോൾ വരാം. ഞാൻ വരുന്നതിന് മുന്നേ നിന്റെ മനസ്സ് മാറിയ എൻ്റെ ഫ്ലാറ്റ് 3G 2 ബെല്ല് അടിച്ചിട്ട് നീ പൊക്കോ. ഓക്കെ?
ഇനി ആ ചെറുക്കൻ അവിടെ നിർത്തി ചാടൂ. ഞാൻ വരുന്നതിന് മുന്നേ നിന്റെ മനസ്സ് മാറിയ എന്റെ ഫ്ലാറ്റ് 3G 2 ബെല്ല് അടിച്ചിട്ട് നീ പൊക്കോ. ഹരി മോനെ, ഹരി. ഹരി, എവിടെ പോയതാ മോനെ? എവിടെയായിരുന്നു? ഹരി എവിടെ വന്നിരുന്നോ? ആ, ഞാൻ ഹരിയുടെ അമ്മയാ. അവിടെ വന്നിരുന്നോ? അമ്മ എനിക്ക് എക്സാമില് അമ്മ എനിക്ക് മെഡിസിൻ പഠിക്കാൻ താല്പര്യം. പ്രിയ നിർത്ത്, നീ അത് കയറിപ്പോ. ആ പറ. എവിടെ പോയിരുന്നടാ നീ? അതറിയാനാണോ നീ വിളിച്ചേ? എടാ നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ അമ്മ എന്നെ വിളിച്ചു. അമ്മയുടെ കരച്ചിൽ കേട്ട് ഞാൻ പേടിച്ചു. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അളിയ. എടാ നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞങ്ങൾ എല്ലാരും എന്ത് ടെൻഷൻ അടിച്ചെന്നറിയോ? ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് പലരും നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അതിനൊക്കെ ഒന്ന് ഫോൺ എടുത്ത് റിപ്ലൈ. നിനക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പൊക്കിവിടാടാ. നിന്റെ അമ്മ നല്ല രീതിയിൽ പേടിച്ച്. നീ എവിടെയായിരുന്നാലും കുഴപ്പമില്ല, തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അല്ല നീ എവിടെയായിരുന്നു? താൻ വിഷമിക്കാതെ, അവൻ തിരിച്ചു വന്നില്ലേ? അവന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കടുംപിടുത്തൊക്കെ പിടിച്ചത്. എന്നിട്ട് അത് വിട. അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചോദിക്കണമായിരുന്നു. അവൻ പഠിച്ചത് അവന് വേണ്ടിയിട്ടായിരുന്നില്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കുറച്ചു നേരം അവനെ കാണാണ്ടായപ്പോ എനിക്ക് മരിച്ചാ മതി തോന്നി. എന്തിനാണ്? ഞാൻ അവനോട് മാപ്പ് ചോദിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ നമ്മുടെ മോനല്ലേ. പിന്നെ ഓപ്ഷൻസ് നൽകുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി സെലക്ഷൻസ് നമ്മൾ നടത്തുന്നതാണ് പ്രശ്നം. അത് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. ഇനി ഉപദേശിക്കാൻ നിൽക്കണ്ട. ഈ അഡ്വൈസ് വലിയൊരു ബാധ്യതയാണ്, അത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവൻ തണുത്തോളൂ. അമ്മ ആ വാ വാ. അമ്മ നിന്റെ കാര്യം പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കായിരുന്നു. സോറി അമ്മ, എനിക്ക് ആന്റിയുടെ മക്കളെ പോലെ മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ദേഷ്യമുണ്ടടാ. ഇനി ശുഭമുഹൂർത്തം 4:05. ശരി.
നിന്നെ ഞാൻ ശല്യപ്പെടുത്തിയെങ്കിൽ സോറി. ഇനി എൻ്റെ കോള് നിനക്ക് വരില്ല. ഇത് സത്യം. അമ്മയാണ് സത്യം. വിശക്കുന്നമ്മ. അമ്മ, ഹലോ അമ്മ. അമ്മ, അമ്മയുടെ മകൻ വന്നിരിക്കുന്നമ്മ. അമ്മ, വിശക്കുന്നമ്മ. എത്ര നമ്പറായി? 3-ാമത്തെ നമ്പറായി. ഞാൻ നേരത്തെ വന്നതാ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്ക്. എല്ലാരും ഒന്ന് ഒച്ച പറയണേ. മനസ്സിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. താഴേന്ന് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. ഇതില് സന്ദീപ് ആരാ? മാം. ആ കം. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. എന്താ ചിരിക്കുന്നേ? ഇല്ല, പറയുന്നത് കേട്ടിട്ട് ചിരിച്ചതാ. തനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നമ്മൾ പല വേരിയേഷനിലും ചെയ്യണം. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ, ഇങ്ങനെ ചെയ്യാം. അല്ല, ഇപ്പൊ ഒരു ചിന്തകനായ ഒരു ഡയറക്ടർ പടത്തിലാണെന്ന് വിചാരിക്കുക. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ. ഭിക്ഷാടനമൊന്നുമല്ല, വല്ലതും തന്നാൽ കഴിക്കാം. ഇങ്ങനെയും ചെയ്യാം. മീനിങ് ഒന്ന് തന്നെയാ. പിന്നെ ഇപ്പൊ ഒരു നാടകക്കാരൻ്റെ ആണെങ്കിൽ ഇത്തിരി ഒന്ന് ബലം പിടിച്ച് അഭിനയിക്കാം. ബേസ് ഇടണം, ബേസേ. അമ്മ വിശക്കുന്നമ്മ, വല്ലതും തരണമ്മ, എല്ലാം ഒന്ന് തന്നെയാ. ഞാൻ ആക്ടിങ്ങിൽ 2 കൊല്ലം കോഴ്സ് ചെയ്തതാ. പിന്നെ ഇംപ്രോവിൽ അതിൽ മാസ്റ്റേഴ്സും കിട്ടി. ഇംപ്രോവാ? ആ, സ്ക്രിപ്റ്റുകളിൽ അധികം ചെയ്യുക. ഇപ്പൊ ഡയറക്ടർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് ചെയ്താൽ ഇംപ്രൂവ് ആയി. ഞാൻ സിദിൻ പൂജപ്പുര. ഞാൻ അജു, ജസ്റ്റ് അജു. അമ്മ വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ, വല്ലതും തരണം. വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ. സിദിൻ പൂജപ്പുര. ആ ചെല്ല്. തനിക്ക് എന്തിന്റെ കുഴപ്പമാടാ അത്? അതെ, കുറച്ച് കഴിയുമ്പോ അടുത്ത ആളെയും കൊണ്ടങ്ങ് വന്നേക്കണേ. ശരി മാഡം. ആവൂ, ഒരുത്തിനായിട്ട് പണി കൊടുത്തപ്പോ സമാധാനായി. സിദിൻ, ഇതിനു മുന്നേ ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ടല്ലോ അല്ലേ? ആ, പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു ഹെഡ്സപ്പ് തരാം. ഡയറക്ടർ സർ ഡയറക്റ്റായിട്ട് ആയിരിക്കും ഓഡിഷൻ ചെയ്യുക. സോ ട്രൈ ടു ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ? സാറെന്ന് വെച്ചാ? ഒബ്വിയസ്ലി മംഗലശ്ശേരി സർ. എടോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, പെട്ടെന്ന് വാ. നിങ്ങളൊക്കെ ഇത് എവിടുന്ന് വരുന്നുണ്ടേ? ഓഡിഷൻ എന്ന് കേൾക്കുമ്പോ കുറെ എണ്ണം ഇങ്ങ് വന്നോളൂ. അറിയാവുന്ന പണിക്കൊക്കെ പോയാ പോരെ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഡു യുവർ ബെസ്റ്റ്. വേറെ ഓക്കെ? പണിയുണ്ടല്ലോ, അതിന് പോ. അതാണ് നല്ലത്. സാർ, ഒരു ചാൻസ് കൂടി. മര്യാദക്ക് പൊക്കോ. പോയി അവനെ എന്താന്ന് പഠിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഗോ ഗോ ഗോ. ചെന്ന് കയറിക്കൊടു. പോ. ഗുഡ് മോർണിംഗ് സാർ. നെയിം? സിദിൻ. കേട്ടില്ല. ഒച്ചത്തി പറയുക, അത് ക്യാമറയിൽ റെക്കോർഡ് ആവാനുള്ളതാ. സിദിൻ സാർ. ആ, എന്നാ തുടങ്ങിക്കോ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ, വല്ലതും താമ്മ, അമ്മ വിശക്കുന്നമ്മ, അമ്മ വല്ലതും താമ്മ, വിശക്കുന്നമ്മ, വല്ലതും താമ്മ, വിശക്കുന്നമ്മ. താൻ ശരിക്കും നടനാണോ? അതെ സാർ, ഞാൻ ഫുൾ ടൈം ആക്ടറാണ്. അപ്പോ മാസ ചെലവൊക്കെ? എൻ്റെ പെങ്ങളും മാസം. ഉറക്കപ്പറ, കേൾക്കുന്നില്ല. എൻ്റെ അനിയത്തി മാസം അക്കൗണ്ടിൽ കാശിട്ട് തരും. അത് വെച്ചിട്ട് അതാണ് തൻ്റെ പിച്ചയ്ക്ക് ഒരു സീരിയസ്നെസ് ഇല്ലാത്തത്. ഡോ, അനിയത്തി ഇല്ലായിരുന്നെങ്കിലുള്ള തൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജോലിയും കൂലിയും ഇല്ലാതെ റോഡിൽ കിടക്കും. അപ്പോൾ ഒരു കൈ വയറിലോട്ടും മറ്റേ കൈ ആരെയും 10 രൂപ തരണമെന്ന് ചോദിച്ച് എയറിലോട്ടും പോകും.
ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ സാർ. ആ തുടങ്ങിയോ. അമ്മ വിശക്കുന്നമ്മ, അമ്മ വല്ലതും താ അമ്മ, രണ്ട് പറ്റി ചോറ് താ അമ്മ. അയ്യോ അമ്മ വിശക്കുന്നമ്മ, കഴിക്കാൻ എന്തെങ്കിലും താ അമ്മ, വിശക്കുന്നമ്മ, അമ്മ എന്തെങ്കിലും താ അമ്മ. കുറച്ച് ഫീലിങ്സോടുകൂടി പറയടേ. അതെ, നല്ല ഫീലിങ്സ് വേണം. അമ്മാ 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 വിശക്കുന്നമ്മ, വിശക്കുന്നമ്മ, വയറ് വേദനിക്കുന്നമ്മ, വിശക്കുന്നമ്മ, ഞാൻ ഇപ്പൊ ചാവുമ്മ, വല്ലതും അമ്മ. അയ്യോ ഞാൻ എണീക്ക്, എഴുന്നേക്കാൻ. എണീക്ക്. നീ എന്തിനാ കാലി വീണ? എന്താണ് കാണിച്ചത്? സാർ ഇംപ്രൂവ് സാർ. ആ, അപ്പൊ ഇംപ്രോ ഒക്കെ ചെയ്യുമല്ലേ? അല്ല, എന്തായിരുന്നു ഇംപ്രോ? സാർ ഈ പിച്ചക്കാരന് വയറിലൊരു മാറാരോഗവും വിശപ്പും ഉണ്ട് സാർ. അങ്ങനെ പിച്ച എടുത്ത് പുള്ളി മരിക്കുകയാണ് സാർ. വിശപ്പും പിന്നെ വയറുവേദനയും. ട്രാജഡി സാർ. വെളിയിലിറങ്ങി പോടാ. ഡയറക്ടർ ഇംപ്രോ എന്താണെന്ന് അറിയത്തില്ല. കലാബോധം ഇല്ലാത്ത മനുഷ്യനാത്ര. സാർ, അടുത്തത് ഇയാളാണ്. ഇതുപോലെയുള്ള വട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. എഴുതി കൊടുക്കുന്നതന്നെ നേരാവണ്ണം പറയുന്നില്ല. അപ്പോഴാണ് ഇവന്മാരുടെ ഒരു ഇംപ്രോ. കരയുന്നു